കേരള എക്സ്പാർട്ട് ഫുട്ബോൾ അസോസിയേഷൻ സംഘടിപ്പിച്ച ഫുട്ബോൾ ചാമ്പ്യൻഷിപ്പിൽ തൃശൂർ FC ചാമ്പ്യന്മാരായി. കലാശപ്പോരിൽ കണ്ണൂരിനെയാണ് തൃശൂർ തോൽപ്പിച്ചത്. ദുബായ് ഹിസൈസിലെ ദുബായ് ക്ലബ് ഫോർ പീപ്പിൾ ഓഫ് ഡിറ്റർമിനേഷൻ ഗ്രൗണ്ടിലായിരുന്നു മത്സരം. കൊണ്ടും കൊടുത്തും ഒപ്പത്തിനൊപ്പം നിന്ന പോരാട്ടത്തിനൊടുവിൽ ഒന്നിനെതിരെ 2 ഗോളിനാണ് തൃശൂർ കണ്ണൂരിനെ കീഴടക്കിയത്. മത്സരം അവസാനിക്കാൻ മിനിറ്റുകൾ മാത്രം ബാക്കിയുള്ളപ്പോഴായിരുന്നു തൃശൂരിന്റെ വിജയഗോൾ. കാൽപന്തിന്റെ ഈറ്റില്ലങ്ങളിൽ നിന്ന് വന്നവർ ഇടറി വീണ പോരിടത്തിലാണ് തൃശൂർ ഗഡികളുടെ കിരീട നേട്ടം. കഴിഞ്ഞ വട്ടം നമ്മൾ ലീഗ് റൗണ്ടിൽ ജസ്റ്റ് ഗോൾ ഡിഫറൻസിലാണ് നമ്മൾ പുറത്തായത്. ഈ കൊല്ലം നമ്മൾ വീണ്ടും എല്ലാവരും ഒത്തുണർന്ന് നമ്മൾ നാട്ടിൽ നിന്ന് പ്ലേയേഴ്സിന് കൊടുന്നു, നമ്മുടെ കോച്ചിന് കൊടുന്നു. ഞങ്ങളുടെ വലിയൊരു യൂണിറ്റിയുടെ റിസൾട്ടാണ് ഈ ജയം. അപ്പോൾ വളരെ സന്തോഷമുണ്ട് തൃശ്ശൂരിനെ ജയിപ്പിക്കാൻ സാധിച്ചതിൽ. ഭയങ്കര ഹാപ്പിയാണ്. കളിക്കാർ തനിക്ക് നൽകിയ വാക്ക് പാലിച്ചെന്ന് തൃശൂർ കോച്ച് പ്രതികരിച്ചു. എൻ്റെ പ്ലേയേഴ്സ് എനിക്കൊരു വാക്ക് തന്നിരുന്നു, ഞങ്ങൾ റൗണ്ട് ചെയ്യുമ്പോൾ ഞങ്ങൾ നടുവിൽ കപ്പ് വെക്കുന്നു. ആ സാധനം അവർ കാണിച്ചു തന്നു. ഞാനല്ല വിജയം, എൻ്റെ പ്ലേയേഴ്സാണ് എൻ്റെ വിജയം. ഞങ്ങൾ കളിച്ചത് പ്ലേയേഴ്സ് ഇവിടുന്ന് വെച്ചിട്ടാണ്. ഇവിടുന്ന് കളിച്ചാൽ ആ ടീം ജയിക്കും. അത് ഞങ്ങൾ എന്താ പറയുക തെളിയിച്ചു. ടൂർണമെന്റിലെ മികച്ച കളിക്കാരനായി തൃശൂർ FCയുടെ ഇഫാം തെരഞ്ഞെടുക്കപ്പെട്ടു. കണ്ണൂർ FCയുടെ ബോറയാണ് മികച്ച പ്രതിരോധ താരം. തൃശൂർ FCയുടെ ജിത്തു മികച്ച ഗോൾ കീപ്പറായി. ജേതാക്കൾക്കുള്ള ട്രോഫിയും മെഡലുകളും സ്പോൺസർമാരായ PTA മുനീർ, സിറാജ്, കഫ് ബോർഡ് അംഗങ്ങൾ തുടങ്ങിയവർ സമ്മാനിച്ചു. പരിപാടിയിൽ ദുബായ് പോസിറ്റീവ് സ്പിരിറ്റ് ചെയർമാൻ ഫാത്തിമ അഹമ്മദ് യൂസുഫ്, ദുബായ് സ്പോർട്സ് കൗൺസിൽ മേധാവി അഹമ്മദ് ഇബ്രാഹിം, അബൂബക്കർ, മുഹമ്മദ് അജിഫ്, ഷുഹൈബ്, ഷാജി തുടങ്ങിയവർ പങ്കെടുത്തു. മീഡിയ 1 ദുബായ്.